ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയ്ക്ക് തന്റെ ഭാഗം പറയാൻ അനുവാദം കൊടുക്കാത്തതിന് വസുന്ധരയോട് ദേഷ്യപ്പെടുകയാണ് അഖിൽ. ദേ അഖി, ഇങ്ങനെയൊന്നും അമ്മയോട് സംസാരിക്കരുതെന്ന് ആദ്യം അരുണും പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എന്നെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും എൻ്റെ ഏട്ടന്മാര് ഒറ്റക്കെട്ടായല്ലോ, എനിക്ക് അത് മതി. അഖി, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമൃത പറയുകയാണ്, അമ്മേ നമുക്കിതൊക്കെ ഇവിടെ വെച്ച് നിർത്താം. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ എൻ്റെ ഭാഗം പറയാനായിട്ട് ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല, എനിക്കാരും എൻ്റെ ഭാഗം പറയണമെന്നുമില്ല. ഞാനേ ഏകാധിപതി തന്നെയാണെന്ന് വസുന്ധര പറയുമ്പോൾ അഖി പറയുകയാണ്, ഏകാധിപതികളുടെയൊക്കെ അവസാനം എങ്ങനെയാണെന്ന് അറിയാമോ? അഖി എന്ന് വർമ്മ വിളിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഇവൻ പറഞ്ഞു പറഞ്ഞ് ഏതറ്റം വരെയായി പോകുന്നത്? കൊന്നു കളയുമെന്നല്ലേ ഇവൻ വളച്ചു കിട്ടി പറയുന്നത്? അച്ഛാ, എനിക്കിത് കേട്ട് നിൽക്കാൻ സാധിക്കില്ല. ആദ്യേട്ടാ, അരുണേ, എത്രയും പെട്ടെന്ന് ഇവനെ തളയ്ക്കണം, ഇല്ലെങ്കിൽ ഇവൻ തന്നെയാകും ഈ കുടുംബം മറിച്ചിടുക എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ആദ്യ പറയുകയാണ്, അച്ഛൻ്റെ തീരുമാനം പറ. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, എനിക്ക് പറയാനുള്ളതൊന്ന് പറഞ്ഞോട്ടെ. അച്ഛാ, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു, ഞാനത് സമ്മതിക്കുന്നു എന്ന് ശ്യാമ പറയുമ്പോൾ അഖി പറയുകയാണ്, ഇല്ല ശ്യാമേ, തൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. സാർ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമ പറയുകയാണ്, അത് പിന്നെ അശ്വതി ചേച്ചി റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ആ എസ് ഐ ജയേഷ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാനാ അവരെ രക്ഷപ്പെടുത്തിയത്. ജയേഷിൻ്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. തുടർന്ന് ആ ചേച്ചി എന്നോട് വീട് വരെ ഒന്ന് ചെല്ലാമോ എന്നും പേടിയാണെന്നും പറഞ്ഞു. അങ്ങനെയാ ഞാൻ വീട്ടിലേക്ക് പോയത്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, ഇത്രയും നേരം പുറത്തു നിന്ന സമയത്ത് നീ നന്നായി തന്നെ കഥയുണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, എന്താണെങ്കിലും പ്രതിസ്ഥാനത്ത് എൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ ഞാൻ പറയുക, അമ്മ ശ്യാമയോട് ക്ഷമ ചോദിച്ചാൽ ഈ പ്രശ്നം ഇവിടെ തീരും. നീ എന്താ അഖി പറയുന്നത്? അമ്മയോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞ നീ തന്നെ വേണം അമ്മയോട് ക്ഷമ ചോദിക്കാനെന്ന് അരുൺ പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ഇവള് പുറത്തുനിന്ന് അഖിക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. അതാ അഖി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദേ ഐശ്വര്യെ, നീ പ്രശ്നം കൂടുതൽ കടുപ്പിക്കാൻ നോക്കണ്ടെന്ന് അമൃത പറയുമ്പോൾ വർമ്മ പറയുകയാണ്, ഇവിടെ ആരും ആരോടും മാപ്പ് പറയേണ്ട കാര്യമില്ല. അച്ഛാ, ശ്യാമയുടെ മുറിവേറ്റ മനസ്സ് ശാന്തമാക്കണം, കൂടെ എൻ്റെയും. അതുകൊണ്ട് ഇത് അനിവാര്യം തന്നെയാണ്. എങ്ങനെ തോന്നുന്നടാകി നിനക്കിത് പറയാൻ? കമ്പനിയുടെയും വീടിൻ്റെയും ഒക്കെ ഏക അവകാശി അമ്മയാണ്. ആ കമ്പനിയിലെ ശമ്പളമാണ് നീയും വാങ്ങുന്നത്, നിന്റെ ഭാര്യയും വാങ്ങുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതമൊക്കെ അമ്മയുടെ ഔദാര്യം മാത്രമാണ്. ഇതെല്ലാം കൂടി അനുഭവിച്ച് സുഖിച്ചിട്ട് ഇപ്പോൾ നിനക്ക് അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കണമല്ലേ? ഉദ്യോഗവും സ്വത്തുമൊക്കെ തിരികെ കൊടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ പിന്നെയും ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് എന്താണോ അത് തന്നെയാ ഐശ്വര്യ പറഞ്ഞത്. അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാണോ അതോ ഭാര്യയാണോ വലുതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അഖി പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെ അഭിമാനം തന്നെയാ വലുത്. എന്നെ സംബന്ധിച്ച് ശ്യാമയുടെ കണ്ണീരിനോളം വരില്ല ഇവിടുത്തെ സ്വത്തും ഉദ്യോഗവും ഒന്നും. കുറെ കാലം ശ്യാമയുടെ കുടുംബത്തെക്കുറിച്ചും ശ്യാമയുടെ നിറത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ശ്യാമയെ അധിക്ഷേപിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ അതിൽ ചെറിയ മാറ്റമൊക്കെ വന്നിരുന്നു. എന്നാലേ അടിസ്ഥാന രീതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പക വന്നാൽ എന്തും ചെയ്യും. ഇങ്ങനെയുള്ളയാളുടെ ഉദ്യോഗവും പണവും ഒന്നുമല്ലെന്ന് അഖി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, നിനക്ക് വേണ്ടെങ്കിൽ നീ എഴുതി കൊടുത്തിട്ട് പോ. ഐശ്വര്യെ, നീ കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരിടത്തേക്കാ കൊണ്ടുപോകുന്നത് എന്ന് അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഐശ്വര്യ പറയുന്നതെല്ലാം കാര്യം തന്നെയാണ്. ആനന്ദേട്ടൻ അവനോട് പറ, ആദ്യം നമ്മുടെ ഇവിടുത്തെ ജോലിയും സുഖ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ, എന്നിട്ട് ഭാര്യയുടെ അഭിമാനത്തെക്കുറിച്ച് പറയാൻ പറ. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, എന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ച് ഇവിടെ നിർത്തിയിട്ട് നിങ്ങളെല്ലാമാണല്ലോ സംസാരിക്കുന്നത്. അച്ഛന് വിഷമമാകുന്നുണ്ട് അഖി സാർ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. നീ ആരടി ഇടയ്ക്ക് കയറി പറയാൻ? ഞാൻ എൻ്റെ മോനോടും എൻ്റെ ഭർത്താവിനോടുമാ സംസാരിക്കുന്നതെന്ന് വസുന്ധര ദേഷ്യത്തോട് പറയുന്നു. അഖി, ഇതിവിടെ വെച്ച് നിർത്താം, നിങ്ങൾ മുറിയിലേക്ക് പോകാൻ ആദ്യം അരുണും പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അതങ്ങനെ വേണ്ടെന്ന് ഞാൻ വെക്കുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗവും സുഖസൗകര്യങ്ങളും എല്ലാം തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കാൻ പോവുകയാ. നാളെ തന്നെ ഞാൻ രാജിക്കത്ത് തരാമെന്ന് അഖിൽ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് അഖിൽ മുറിയിലേക്ക് പോകുമ്പോൾ ശ്യാമയും പിന്നാലെ തന്നെ പോകുന്നു. ഞാൻ എന്താണെങ്കിലും രാജിവെക്കും, താനും രാജിവെക്കണം. ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്യുമെന്ന് അഖിൽ പറയുമ്പോൾ അഖിലിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് ശ്യാമയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയും വസുന്ധരയുമാണ്. വസു, വന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ഒന്നും ഉണ്ടാകില്ല ആനന്ദേട്ടാ. ആനന്ദേട്ടൻ അറിയാലോ ഞാൻ എന്തിനാ വാശി പിടിക്കുന്നതെന്ന്. ഈ കുടുംബത്തിലെ ഒരു ബന്ധവും തകരാൻ പാടില്ലെന്ന് വസുന്ധര പറയുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, എന്നിട്ട് നീ എന്തിനാ ശ്യാമയെ പുറത്താക്കിയത്? ആനന്ദേട്ടാ, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ശ്യാമ അഖിക്ക് ഉപദേശങ്ങൾ നൽകുകയായിരിക്കും. നാളെ രാവിലെ അവൻ എന്നോട് വന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്യും.
പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശ്യാമയോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാനേ പോകുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ആനന്ദേട്ടൻ ഇടപെടണ്ട. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ശ്യാമയുമായിട്ട് ഒത്തുപോകില്ല. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ കയ്യിലേക്ക് രാജിക്കത്ത് കൊടുക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ്. കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഇവളാകും അഖിയെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. ആനന്ദേട്ടാ, ഇവളുടെ രാജിക്കത്ത് സ്വീകരിച്ചേക്ക്. അഖിയുടെ രാജിക്കത്ത് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇത് കേൾക്കുന്ന ശ്യാമ വസുന്ധരയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.